ഇത് ഒരു യാത്രയാണ്. ഇന്നലെയുടെ ആകാശത്ത് നമ്മെ മോഹിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പ്രതിഭാധനരുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര. അവരുടെ ഓർമ്മകളിലൂടെ, കാലടികൾ പതിഞ്ഞ മണ്ണിലൂടെ, അടയാളങ്ങളിലൂടെ, ഇന്നലെയുടെ താരങ്ങളിലേക്ക്. പയ്യോളി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യയുടെ അഭിമാനമായി അന്താരാഷ്ട്ര വേദിയിലേക്ക് ഓടിക്കയറിയ PT ഉഷ എന്ന പ്രതിഭാശാലിയായ ഈ അത്ലറ്റിനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം മറ്റൊരു മുഖം കൂടി മനസ്സിലേക്ക് കയറി വരും. ഉഷയുടെ കായിക പരിശീലകന്റെ മുഖം. ഇന്ത്യയുടെ മോഹന സ്വപ്നത്തിനൊപ്പം കുതിക്കാൻ ഉഷയെ വാർത്തെടുത്ത ആളാണിത്. ഭാരതം കണ്ട മികച്ച കായികാധ്യാപകൻ OM നമ്പ്യാർ എന്ന ഈ മനുഷ്യൻ ഇന്നും സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇന്നലെയുടെ ഈ ദ്രോണാചാര്യർക്ക് ഇന്ന് കൂട്ടിനേറെയും സങ്കടങ്ങൾ മാത്രമാകുന്നു. എങ്ങനെയാണ് സ്പോർട്സ്മാൻ ആയതെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അച്ഛൻ്റെ കൂടെയായിരുന്നു താമസം. ചെറുത് സ്കൂൾ പഠിക്കുമ്പോൾ അന്ന് 4 കിലോമീറ്റർ ഞാൻ നടക്കണം കാലത്തെ സ്കൂളിലേക്ക് പോകാൻ. പുറമേരി ഹൈസ്കൂളാണ് പഠിച്ചത്. വൈകുന്നേരം സ്കൂൾ വിട്ടാലും 4 കിലോമീറ്റർ ഇങ്ങോട്ട് നടക്കണം. ആ നടത്തം എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട് സ്പോർട്സിൽ. മാത്രമല്ല, വൈകുന്നേരം ഞാൻ കളിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് വൈകുന്നേരം കുറച്ച് കളിക്കും. അപ്പോൾ കുറച്ച് ലേറ്റാവും. പിന്നെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക്. അതായിരിക്കണം കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം സ്പോർട്സിനെ പറ്റി അറിഞ്ഞ സ്ഥിതിക്ക്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വടകര മിഷൻ ഹൈസ്കൂളാണ് പഠിച്ചത്. 6ാം ക്ലാസ് മുതൽക്ക് SSLC ക്ലാസ് വരെ. ഈ എല്ലാ വർഷവും ഞാൻ സ്കൂൾ ചാമ്പ്യനായിരുന്നു. അങ്ങനെയാണ് ഞാൻ അത്ലറ്റിക്സിൽ പോകാനെന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ ഇവൻ്റ് അല്ലേ. മറ്റേതാകുമ്പോൾ പല സാധനങ്ങളും, ബോൾ വേണം, ആൾക്കാർ വേണം, ഇങ്ങനെയെല്ലാം കളിക്കണ്ടേ. അതുകൊണ്ടാണ് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് വന്നത് അത്ലറ്റിക്സിലായിട്ട്. അങ്ങനെ ഞാൻ എയർഫോഴ്സിൽ ചേർന്നു. എയർഫോഴ്സ് ചേരാൻ കാരണം എന്താ വെച്ചാൽ, കോളേജ് ചാമ്പ്യനായിരുന്നല്ലോ. കോളേജ് ചാമ്പ്യനായ സമയത്ത് എന്നോട് പ്രിൻസിപ്പൽ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു NT പേരെന്ന് പറഞ്ഞു, ഗുരുവായൂരപ്പൻ കോളേജ് പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു, ബെറ്റർ യു വിൽ ജോയിൻ ഇൻ സർവീസിന്. എയർഫോഴ്സിലോ ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ സ്പോർട്സ്മാൻ അല്ലേ, ചേരണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ കോളേജ് ഓപ്പൺ 1 മൈൽ റേസിൽ ഞാൻ ഫസ്റ്റായിരുന്നു കോഴിക്കോട് കാലിക്കറ്റിൽ മാനാഞ്ചിറ മൈതാനത്ത് വെച്ച് നടന്നത്. അങ്ങനെ ഞാൻ എയർഫോഴ്സിൽ ചേരാൻ പോയി. ഞാൻ മദ്രാസിൽ വെച്ചിട്ട് എയർഫോഴ്സ് ചേർന്ന ഉടനെ അത് മുതൽക്ക് ഞാൻ കളിക്കാരനടുത്ത്. അതിന് ട്രെയിനിങ് പീരീഡിൽ ഞാൻ കളിക്കാരനായിരുന്നു. അങ്ങനെ എനിക്ക് മാക്സിമം ഇൻട്രസ്റ്റ് ഈ കളിയിലേക്ക് വന്നു. അങ്ങനെയാണ് ഞാനൊരു കളിക്കാരനായി തീർന്നത്. സ്വയം നിർമ്മിക്കപ്പെട്ട സ്പോർട്സ്മാനാണ് നമ്പ്യാർ. ജീവിത പരിതസ്ഥിതികളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഓടിയോടി വളർന്ന ഒരാൾ. ഒരു അത്ലറ്റായി വളർന്ന നമ്പ്യാർക്ക് കീർത്തി നേടാൻ എഴുതി വച്ചിരുന്നത് മറ്റൊന്നായിരുന്നു. ആരും അന്ന് ഗൈഡ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ മിഷൻ ഹൈസ്കൂളിൽ ഒരു സഞ്ജീവ് മാസ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ ഹൈസ്കൂൾ പഠിക്കുമ്പോൾ സഞ്ജീവ് മാസ്റ്റർ വളരെ ഇൻട്രസ്റ്റഡ് ആണ് സ്പോർട്സിന്. അതുകൊണ്ട് ഒന്നും ഗൈഡൻസ് ഒന്നുമില്ല, എന്നാലും കളിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും. അന്ന് പഠിപ്പിൽ പ്രൈസ് കിട്ടിയിരിക്കുന്നു. 2nd ഫോമിൽ 7ാം ക്ലാസ്സിൽ കേട്ടോ. ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് പഠിപ്പിലും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് 2nd പ്രൈസ് ആയിരുന്നു, ഫസ്റ്റ് പ്രൈസ് അല്ല. എൻ്റെ അങ്കിളിൻ്റെ കൂടെയായിരുന്നു ഞാൻ വടകര. ആ സമയത്ത് അങ്കിളിന് വളരെ ഇൻട്രസ്റ്റാണ് സ്പോർട്സിന്. അങ്കിൾ എന്നെ എപ്പോഴും സ്പോർട്സിന് വേണ്ടി അയക്കുമായിരുന്നു. കാരണം ഞാൻ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്താണ് താമസിച്ചത്. ക്ഷേത്രക്കുളമുണ്ട്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായിരുന്നു എൻ്റെ അങ്കിളിന്. എല്ലാവരും ഞങ്ങൾ 5 കുട്ടികൾ ഒരു വീട് റെൻ്റഡായിട്ട്, എൻ്റെ അങ്കിൾ വടകര കോടതിയിലായിരുന്നു അമ്മാവൻ്റെ ജോലി. ആ സമയത്ത് ഈ കുട്ടികളെല്ലാം രാവിലെ എഴുന്നേൽക്കണം എന്നുള്ളത് വളരെ നിർബന്ധം. 5 മണിക്ക് എഴുന്നേറ്റില്ല അങ്കിൾ അടിക്കും. അത്ര നിർബന്ധമായിരുന്നു. എഴുന്നേറ്റ് ഉടനെ തന്നെ ഈ കുളത്തിലേക്ക് ഓടിപ്പോയിട്ട് കുളിക്കാൻ. ഞങ്ങൾ 5 പേരിൽ 1-2 പേരുണ്ട് കുളിക്കുകയൊന്നുമില്ല. ഒന്ന് മുഖം ഇങ്ങനെ കഴുകിയിട്ട് ജസ്റ്റ് ക്രൗച്ച് ചെയ്ത് വരും. അത് 1-2 പേരുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അങ്കിളറിയില്ല. എന്നിട്ട് അമ്പലത്തിൽ പോകണം. അമ്പലം അതിൻ്റെ മേലെയാണ്, കുളത്തിൻ്റെ നേരെ മേലെയാണ് അമ്പലം. അമ്പലത്തിൽ പോയി തൊഴുതിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ ഈ വീട്ടിലേക്ക് വന്നാൽ ഞാൻ പറഞ്ഞാൽ 5 കുട്ടികൾ, ഒരു സെർവൻ്റ് ലേഡിയായിരുന്നു, പ്രായമുള്ള സ്ത്രീയാണ്. ഞങ്ങൾക്ക് വെപ്പിനും അതിനുള്ള ഈ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഞാനാണ് മേടിക്കേണ്ടത്. രാവിലെ പാൽ പോയി മേടിച്ചുകൊണ്ടിരണം, സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരണം. മിഷൻ ഹൈസ്കൂളിൽ നിന്ന് ഈ പരവന്തല എൻ്റെ വീട്ടിലേക്ക് 1.5 കിലോമീറ്റർ ഉണ്ട്. 1.5 കിലോമീറ്റർ അല്ല, അതിൽ കൂടുതലുണ്ട്. എന്നാൽ ഞാൻ അങ്കിളിൻ്റെ അടുത്ത് കോടതി അടുത്താണ്, വടകര കോടതി, മുനിസിപ്പൽ കോർട്ട്, ഇപ്പോൾ സബ് കോടതി. അങ്ങനെ അവിടെ പോയിട്ട് അങ്കിളിനെ കണ്ടിട്ട് വേണം അങ്ങോട്ട് എന്തെങ്കിലും വീട്ടിലേക്ക് എന്താ വേണം. എന്നിട്ട് ആ ഓട്ടാ 1 മണിക്കൂർ ഉച്ചയ്ക്ക്. അങ്ങനെ റെഗുലറായിട്ട് ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് വീട്ടിൽ വളരെ സപ്പോർട്ടായിരുന്നു എൻ്റെ അങ്കിൾ. കാരണം എന്താ വെച്ചാൽ ഞാൻ കാലിക്കറ്റിൽ ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുമ്പോൾ
എൻ്റെ അങ്കിൾ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഓൾഡ് ബോയ്സിൻ്റെ ഒരു സ്പോർട്സ് ഉണ്ട്. ഞാൻ സ്കൂൾ വിട്ടല്ലോ, സ്കൂൾ ഓൾഡ് ബോയ്സിൻ്റെ ഒരു സ്പോർട്സ് ഉണ്ട്, നീ എന്തായാലും വരണം എന്ന് പറഞ്ഞു. ഞാൻ വന്ന് 800 മീറ്ററും 1500, ഞാൻ കോളേജ് ചാമ്പ്യനല്ലേ, ഞാൻ വേഗം ഓടി, ഞാൻ പുല്ല് പോലെ ജയിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ അങ്കിൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. മാത്രമല്ല വേറൊരു രസമുണ്ട്, ഞാൻ കോളേജിൽ നിന്ന് സ്കൂളിൽ വിട്ട സമയത്തുണ്ടല്ലോ, ഈ സ്കൂൾ വിട്ട് കോളേജ് ചേരാൻ പോയല്ലേ, അന്നേരത്തെ ഈ സെർവൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾഡ് കുഞ്ഞിനെ വിളിക്കുക. ആ സ്ത്രീ പറയാണ്, എൻ്റെ പേര് മാധവൻ എന്നാണ് ശരിക്കും, OM നമ്പ്യാർ എന്നുള്ള. ഓ മാധവൻ ഇവിടുന്ന് പോയോ, ഇനി ഇവിടുന്ന് പ്ലേറ്റും ഗ്ലാസും കണ്ണാടികളെല്ലാം. എനിക്ക് ഒരു വർഷത്തിൽ സ്പോർട്സ് കഴിഞ്ഞാൽ സമ്മാനം കിട്ടുമെന്ന് അറിയോ, 6 ഗ്ലാസ് 6 പ്ലേറ്റ്, ഈ മണ്ണെണ്ണ വിളക്കുകൾ, ഇങ്ങനെയുള്ള സംഗതികളാണ് സമ്മാനം കിട്ടുക. ഇനി ആരാ ഇത് കൊണ്ടുവരിക? കൊച്ചു കൊച്ചു സമ്മാനങ്ങളിൽ നിന്നും വലിയ വലിയ സമ്മാനങ്ങളിലേക്കുള്ള വളർച്ച ചെറിയ കാലം കൊണ്ടുണ്ടായതല്ല. ഒരു കൊച്ചു നാട്ടിൽ നിന്ന് ഭൂഖണ്ഡത്തോളം വളർന്ന പ്രശസ്തിയാണ് നമ്പ്യാർ. കഠിന അധ്വാനിയായ ഒരു മനുഷ്യന് കാലത്തിന്റെ സംഭാവന പോലെയാണ് ഇതെല്ലാം. എയർഫോഴ്സിൽ നിന്ന് പിരിഞ്ഞു വന്ന ഉടനെ കോച്ചായിട്ടാണ് വന്നിരിക്കുന്നത്. കേരള സ്പോർട്സ് കൗൺസിലിലേക്ക് ജോയിൻ ചെയ്തു. അതിൽ എനിക്ക് 21 കുട്ടികളിൽ 7 പേര് നാഷണൽ അവാർഡ് വിന്നേഴ്സായിരുന്നു. അങ്ങനെ 7 നാഷണൽ അവാർഡ് വിന്നേഴ്സിൽ ഉഷ പെർട്ടിക്കുലറായിട്ട് വരാൻ കാരണം എന്താ വെച്ചാൽ, ഉഷ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. വെരി ഫാസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ്, പെട്ടെന്ന് ഇമ്പ്രൂവ്. എന്നാലും പിന്നെ സ്പ്രിൻറ്റിൻ്റെ എല്ലാ സ്ട്രക്ചറും ഉഷയ്ക്ക് ഉണ്ടായിരുന്നു. ആ കാലായി ഉഷയുടെ ലീനിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഐനി ആക്ഷൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും ഉഷയ്ക്ക് ഉണ്ടായിരുന്നു. പഠിപ്പിച്ച സമയത്ത് പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി ഉഷയ്ക്ക്. ഷീ ഹാസ് ഇമ്പ്രൂവ്ഡ് എ ലോട്ട്. അതാണ് ഉഷയെ പെർട്ടിക്കുലർ. പിന്നെ വീട്ടിനടുത്താണ് ഉഷ. സ്കൂൾ അടച്ചാലും 2 മാസം ഞാൻ ട്രെയിനിങ് കൊടുക്കാറുണ്ടായിരുന്നു ഉഷയ്ക്ക് പോയിട്ട്, കടപ്പുറത്തും. അങ്ങനെ പെർട്ടിക്കുലറായിട്ട് ഉഷയ്ക്ക് ട്രെയിനിങ് കൊടുക്കുക. അങ്ങനെയാണ് ഉഷ ഇമ്പ്രൂവ് ആയിട്ട് വന്നത്. നമ്പ്യാരുടെ മുന്നിലെത്തുമ്പോൾ PT ഉഷയിൽ അസാധാരണത്വമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു യഥാർത്ഥ അധ്യാപകനെ കിട്ടിയ ഉഷ പിന്നീട് മിന്നിത്തെളിയുകയായിരുന്നു. ഊതിക്കാച്ചിയ സ്വർണമായി ഇന്ത്യയുടെ സ്പ്രിന്റ് റാണിയായി ഉഷയെ നമ്പ്യാർ മാറ്റിയെടുത്തു. ഇന്ത്യയുടെ ജേഴ്സി അണിയാൻ അന്തർദേശീയ തലത്തിൽ വിജയങ്ങളുടെ ഒരുപാട് ഹീറ്റ്സുകൾ ഓടിത്തീർക്കാൻ മോഹിച്ച ഒരാളാണ് നമ്പ്യാർ. നടക്കാതെ പോയ ഒരു വലിയ മോഹം. തന്റെ ദൗർഭാഗ്യത്തെ ശിഷ്യയുടെ ഭാഗ്യമാക്കി മാറ്റി നമ്പ്യാർ. ഒരു അത്ലറ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ഇന്ത്യൻ കളർ ഇടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ആ ബോധത്തോടു കൂടി ഒരു ട്രെയിനിയെങ്കിലും, ട്രെയിനി വഴി ഇപ്പം തന്നെ കണ്ടില്ലേ, ഞാൻ വേൾഡിൽ പോയി 12 കളറാണ് എനിക്ക് കിട്ടിയത്. ഇന്ത്യൻ പ്ലേസർ 12 ഐ ഗോട്ട് ഇറ്റ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ആ ഉഷയുടെ കൂടെ തന്നെ ഫോളോ ചെയ്യാൻ സാധിച്ചത് കൊണ്ട്. അതിനും കാരണമുണ്ട്. ഇപ്പോൾ 76-77 ഉഷയെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയത്. 76-77 ആ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് 83 വരെ PT ഉഷ പോകുന്ന സമയത്തൊന്നും എന്നെ ഇന്ത്യൻ ടീമിൻ്റെ കൂടെ അയച്ചില്ല. അത് നോർത്ത് ഇന്ത്യയിലുള്ള ആരെങ്കിലും സീനിയർ കോച്ചസാണ് പോവുക. അതിനെന്ത് പറഞ്ഞു, ഉഷയോട് ഞാൻ പറഞ്ഞു 83 കുവൈത്തിൽ പോകണം. 1983 കുവൈത്തിൽ ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് മീറ്റിന് പോകണം. ആ പോകണം പറഞ്ഞു. ഉഷ നീ പോകണ്ട, യു ഡോണ്ട് ഗോ. ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു. പിന്നെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ച് നോക്കുമ്പോൾ, ഒരു ജാംഷഡ്പൂരിൽ ഉഷ ഓടിയിരിക്കുന്നത് ഏഷ്യൻ റെക്കോർഡിലാണ് ഓടിയിരിക്കുന്നത്. നമ്മൾ നഷ്ടപ്പെടുന്ന ഒരു ഗോൾഡ് മെഡലാണ്. ഞാൻ രാത്രി മുഴുവൻ ആലോചിച്ച, ഉഷ ഓടിക്കാതിരുന്ന, ഉഷ പോയിട്ടില്ലെങ്കിൽ ഗോൾഡ് മെഡൽ നഷ്ടപ്പെട്ടല്ലോ. എന്നാൽ ഞാൻ ഉഷയോട് പറഞ്ഞു, നമുക്ക് പ്രൈം മിനിസ്റ്റർ അടുത്ത് പോകാം. മാഡം ഇന്ദിരാഗാന്ധിയായിരുന്നു അന്ന് പ്രൈം മിനിസ്റ്റർ. ഞാൻ പറഞ്ഞു ഉഷയോട്, രാവിലെ നമ്മൾ കാലത്തെ പ്രൈം മിനിസ്റ്റർ അടുത്തേക്ക് പോകും. എനിക്കിത് പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്യാനാണ്. അതെനിക്ക് സാധിക്കാത്ത കാലത്തോളം ഞാൻ വരില്ല. അതുകൊണ്ട് നമ്മൾ വിൽ ഗോ ടു പ്രൈം മിനിസ്റ്റർ എന്ന് തന്നെ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും പോയി, സെക്രട്ടേറിയറ്റ് പോയി. അന്ന് അലക്സാണ്ടർ സാറായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ സെക്രട്ടറി, പ്രൈം മിനിസ്റ്റർ സെക്രട്ടറി. ഞാൻ പറഞ്ഞു, സാർ എന്താ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ 76 മുതൽക്ക് പഠിപ്പിക്കാൻ തുടങ്ങി, ഇപ്പോൾ 83 ആയി. ഉഷയുടെ കൂടെ ഒരു കോച്ചായിട്ട് പോകാൻ എനിക്ക് സാധിച്ചില്ല. എൻ്റെ ആഗ്രഹം ഒരു ബ്ലേസർ കിട്ടുക എന്നുള്ള, ഇന്ത്യൻ കളർ അണിയണം എന്നുള്ള, അത് സാധിച്ചില്ല. ഉടനെ ചോദിച്ചു, ഫോർ ദി സില്ലി റീസൺ യു വാണ്ട് ടു സീ പ്രൈം മിനിസ്റ്റർ? നോ. ഞങ്ങൾ തിരിച്ചയച്ച സമയത്ത് പിറ്റേന്ന് കാലത്ത് കാണാം, മിസ്റ്റർ ബൂട്ടാ സിംഗ് ആയിരുന്നു സ്പോർട്സ് മിനിസ്റ്റർ. ബൂട്ടാ സിംഗ് ഓടി വന്നു. വാട്ട് ഹാപ്പൻ ഉഷ, യു ആർ ഗോയിങ്, യുവർ കോച്ച് ഓൾസോ കമ്മിങ്. അത് പ്രൈം മിനിസ്റ്റർ അടുത്ത് പോകാതെ തന്നെ അത് സാധിച്ചു. അത് അലക്സാണ്ടർ സാർ ചെയ്തായിരിക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്ന് ആദ്യത്തെ ടൈമാണ് പോകുന്നത് 83 കുവൈത്തിൽ ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് മീറ്റ്. ഷീ വൺ ഏഷ്യൻ റെക്കോർഡോട് കൂടിയിട്ടാണ് ഓടിയിരിക്കുന്നത്, 400 മീറ്റേഴ്സിൽ ഓടിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് വളരെയധികം.
അത് മുതൽക്ക് 83 മുതൽക്ക് 90 വരെ എനിക്ക് പിന്നെ യാതൊരു വിഷമില്ല, എൻ്റെ പേരായിരിക്കും ഫസ്റ്റ്.